എറണാകുളം ആലുവയിൽ സാമൂഹ്യ വിരുദ്ധരെയും ലഹരി മാഫിയ അംഗങ്ങളെയും കണ്ടെത്താൻ പോലീസിന്റെ പ്രത്യേക പരിശോധന. ഡി വീഡ് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ 25ഓളം പേർ പിടിയിലായിരിക്കുന്നു. ആൻമരിയ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആൻമരിയ, ആരൊക്കെയാണ് ഈ കസ്റ്റഡിയിലുള്ളവർ? ഗോകുൽ, ജില്ലയിലെ ലഹരി വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി രാവിലെ മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രധാനമായിട്ടും ആലുവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷൻ, പ്രൈവറ്റ് KSRTC ബസ് സ്റ്റാൻഡുകൾ, മണപ്പുറം ബൈപ്പാസ്, മേൽപ്പാലം എന്നിവിടങ്ങളിലാണ് വ്യാപകമായിട്ടുള്ള പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത്. ഈ പരിശോധനയിലാണ് വിവിധ കേസുകളിൽ 25ഓളം പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളും അതോടൊപ്പം തന്നെ മലയാളികളുമുണ്ട്. വിവിധ കേസുകളിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്റി സോഷ്യൽ പ്രവർത്തനം, ലഹരി ഉപയോഗം, മദ്യപാനം എന്നിവ നടത്തിയ 25ഓളം പേരെയാണ് പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ പരിശോധനയ്ക്ക് പുറമെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ലേബർ ക്യാമ്പുകളും തൊഴിലിടങ്ങളും വ്യാപകമായിട്ട് പരിശോധിക്കുകയും പോലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും ഈ പോലീസിന്റെ വ്യാപകമായിട്ടുള്ള പരിശോധന തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഗോകുൽ, ശരി, ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത്. ആലുവയിൽ മാത്രം പോലീസ് ഒരു ശുദ്ധികലശത്തിന് ഇറങ്ങിയപ്പോൾ 25 പേരാണ് പിടിയിലായിരിക്കുന്നത്. അതിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനവും ലഹരി ഇടപാടും ഗുണ്ടായുസം, ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗമായവരും ഒക്കെ ഉണ്ട് എന്നതാണ് ആൻമരിയ നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.